മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 145 സങ്കീർത്തനം 9 തിരുവാക്യം. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവപ്രവൃത്തി നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഇത് ദാവീദിന്റെ മാത്രം ഒരു അനുഭവമല്ല. നമുക്കെല്ലാവർക്കും ഒരുപോലെ ഏറ്റുപറയുവാൻ കഴിയുന്നതാണ്, നമ്മുടെ കർത്താവ് നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ്. ഈ വചനത്തിൽ പൂർണ്ണമായും ഹൃദയമുറപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രിയ സഹോദര സഹോദരി, നിനക്കു വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന അത്ഭുതത്തിന്റെ സമയമാണിത്. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മധ്യയുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകണമേ, പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിലും വിശ്വാസ സത്യങ്ങളിലും സഭയുടെ പ്രബോധനങ്ങളിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കാട്ടുതീ പോലെ കത്തി പടരട്ടെ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മനിറവോടെ നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബമായി പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. അനേകം ആയിരങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകപ്പെടുന്ന സമയം. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം മറന്ന് പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിൽ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തിലല്ല, നിത്യജീവനിൽ പ്രത്യാശയർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, പ്രത്യാശ നൽകണമേ. ഹല്ലേലൂയ. കരമടിച്ചു പാടുന്നു. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമൊന്ന് തുണച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ നീട്ടണമേ, പതിനായിരങ്ങൾ അഭിഷേകം ചെയ്യണമേ. താങ്ക് യു ജീസസ്. നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ, മാറാനാഥ. നമ്മുടെ പ്രത്യാശ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു കുടുംബമായി പാടി ആരാധിക്കുന്നു. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം. ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ, വേഗം വരണേ. പരസ്പരം മുഖത്തോടെ മുഖം നോക്കി പുഞ്ചിരിച്ച് എല്ലാവരും ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ. കരങ്ങൾ ഉയർത്തി അടിച്ച് ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ. യേശുവേ,
സ്വർഗീയ പ്രത്യാശ കൊണ്ട് ആയിരങ്ങളെ നിറയ്ക്കണമേ. Feel Holy Spirit, anoint the Lord. Hallelujah. വേഗം വരണേ ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിൻ നാമം വിളിച്ച് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപ പൈശാചികാധിപത്യങ്ങളെ തകർത്തു കളയണമേ. കണ്ണുനീരോടെ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന 10,000 കണ്ണീര് കണ്ട് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ഏറ്റെടുക്കണമേ. അവിടുന്ന് എല്ലാം ക്രമപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, രോഗികളെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, തകർന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, തലമുറകളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ദേശാന്തരങ്ങളെ അഭിഷേകത്തിൽ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, ലോകരാജ്യങ്ങളിൽ സുവിശേഷ തീ കത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. സകല കുരുക്കുകളും യേശു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. റിലീസ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഈ സ്തുതി ആരാധനയിൽ നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ കണ്ണീര് കണ്ട് കരങ്ങൾ ഉയർത്തി അവർ ആശീർവദിക്കണം. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. കർത്താവേ, ദൈവവചനത്തിന്റെ അടിസ്ഥാന സത്യങ്ങളിൽ വിശ്വസിക്കുവാൻ തക്കവിധം ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങൾക്കായി സംസാരിക്കണമേ. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങളെല്ലാവരും തിരുവചന സത്യങ്ങളിൽ ആഴപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. സകല ജോലി തിരക്കുകൾ മാറ്റിവെച്ച് സ്വസ്ഥമായി ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകൊള്ളാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ പ്രത്യാശയുള്ളവരാകുക. യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ പ്രത്യാശയുള്ളവരാകുക. വളരെ പ്രാധാന്യതയുള്ള തിരുവചന സന്ദേശമാണിത്. ദൈവജനത്തിൻ്റെ എക്കാലത്തെയും ഒരു വലിയ വിശ്വാസ സത്യമാണ് കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം. സഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്നും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അവിടുന്ന് വീണ്ടും വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഈ വിശ്വാസ സത്യത്തെക്കുറിച്ച് അനേകരിൽ സംശയങ്ങളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. കർത്താവിൻ്റെ പ്രത്യാഗമനം ഇത് യാഥാർത്ഥ്യമാണോ, ഇത് ചരിത്രത്തിൽ സംഭവിക്കുന്ന കാര്യമാണോ എന്നതിനെക്കുറിച്ചൊക്കെ 10,000 ജനലക്ഷങ്ങൾ ഇന്ന് ആശങ്കപ്പെടുകയും പലപ്പോഴും സംശയാലുക്കളാകുകയും ചെയ്യുന്നു. എന്നാൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ഈ മേഖലകളിലേക്ക് വചനത്തിലൂടെ വെളിച്ചം വീശുകയാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 13-ാം തിരുവാക്യം. ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തമുള്ളവരായിരിക്കും. യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശയർപ്പിക്കുകയും ചെയ്യുവിൻ. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ പ്രത്യാശയർപ്പിക്കുവിൻ. അപ്പോസ്തലനായ പത്രോസ് വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ
നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുക. എത്ര മനോഹരമായ തിരുവാക്യമാണിത്. ദൈവമക്കൾ പ്രത്യാശ അർപ്പിക്കേണ്ടത് ഈ ലോകത്തിലോ ലോകത്തിന്റെ സംവിധാനങ്ങളിലല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അവന്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് കൈവരാൻ പോകുന്ന ആ സ്വർഗീയ മഹത്വത്തിൽ വേണം നമ്മുടെ പ്രത്യാശ. വീണ്ടും അപ്പോസ്തലനായ പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ് പത്രോസ് ലീഗ. ഈ തിരുവചന സത്യങ്ങൾ ദൈവജനത്തോട് പങ്കുവെച്ച് ആദിമ സഭയിലെ വിശ്വാസികളെ പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തുകയാണ്. എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ച ഒരു തിരുവാക്യമാണിത്. ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട ഒരു തിരുവചനമാണിത്. കർത്താവിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുക ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. കർത്താവ് യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, സഭയുടെ പ്രബോധനങ്ങളിൽ വിശ്വാസ സത്യങ്ങളിലും നമ്മൾ ആഴപ്പെടുന്നവരാണെങ്കിൽ, ദൈവത്തിന് തിരുവെടുത്ത് പറയാണ്, കർത്താവിൻ്റെ ആഗമന ദിനത്തെ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിന് വലിയ പ്രത്യാശ എന്ന് പറയുന്നത് യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനമാണ്. ഇതൊരു കെട്ടുകഥയല്ല പ്രിയപ്പെട്ടവരെ, ഇതൊരു മിഥ്യാ സങ്കല്പമല്ല, ഇതാരുടെയും കണ്ടുപിടുത്തമല്ല. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന മഹാ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് സകല ദൂതന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ മഹത്വത്തോടെ ആഗതനാകുന്നതാണ്. നിങ്ങളത് പ്രതീക്ഷിക്കണം. രണ്ടാമത്, നിങ്ങൾ അതിനെ ത്വരിതപ്പെടുത്തണം. നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിൽ ഒന്നിലുമല്ല. അപ്പോസ്തലൻ യോഹന്നാൻ വീണ്ടും സഭാമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനം. ലോകവും ലോകത്തിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ഇത് എത്ര വലിയ നിത്യസത്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തിലുണ്ടായിരുന്ന അനേകം കാര്യങ്ങളെല്ലാം ഇന്ന് തകർന്നു പോയി. അതെല്ലാം കടന്നുപോയി. ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഒന്നും അത് നിത്യമായി നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്ന അടിസ്ഥാന സത്യങ്ങളിൽ വേണം ഒരു ദൈവ പൈതൽ പ്രത്യാശയർപ്പിക്കുവാൻ. ലോകവും ലോകത്തിന്റെ മോഹങ്ങളും കടന്നു പോവുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പലരും ഇന്ന് ഒന്നിലും ഒരു സീരിയസ് അല്ല. ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, ഭൗതിക കാര്യങ്ങളിലും നമ്മൾ ഒന്നിലും ഒരു സീരിയസ് അല്ല. എനിക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അതെനിക്ക് വിഷയമല്ല. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നമ്മുടെ കർത്താവിൻ്റെ ഒരു പേരെന്താണ്? വിശുദ്ധ ബൈബിൾ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. യേശുവിനെ കുറിച്ച് എന്താ വചനം സാക്ഷ്യപ്പെടുത്തുന്നത്? വരാനിരിക്കുന്നവൻ. എല്ലാവരും 40 സ്വരം എഴുതി പറഞ്ഞേ, വരാനിരിക്കുന്നവൻ. വരാനിരിക്കുന്നവൻ. അല്പം കൂടി ഉച്ചത്തിലൊന്ന് സ്നേഹത്തോടെ പറഞ്ഞേ, വരാനിരിക്കുന്നവൻ. വരാനിരിക്കുന്നവൻ. വേദപുസ്തകം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നു, കർത്താവായ യേശു ക്രിസ്തു അവൻ വരാനിരിക്കുന്നവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം ചരിത്രത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ അതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവജനത്തിന്റെ മുന്നറിയിപ്പുകളും ആനുകാലിക സംഭവങ്ങളും കാലത്തിന്റെ അടയാളങ്ങളും എന്താണെന്ന് നമ്മോട് വിളിച്ചു പറയുന്നത്? കർത്താവിന്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവജനം ഒരുങ്ങേണ്ട സമയമായി. നമ്മൾ അനേകരെ അതിനായി ഒരുക്കേണ്ട ഒരു സമയത്തിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും ഇന്ന് വിശുദ്ധി എന്ന് പറയുന്നത്, വിശ്വാസം,
മാനസാന്തരം, ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം, അനുതാപം, നിത്യജീവൻ, ആത്മരക്ഷ, യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം. ഈ സത്യങ്ങളെല്ലാം ഇന്ന് അനേകർക്ക് ഒരു തമാശയാണ്. വിശുദ്ധിയോടെ ജീവിച്ചിട്ട് എന്നാ കിട്ടാനാണ്? വിശ്വാസം, ആർക്ക് വേണം വിശ്വാസം എന്ന് പറയുന്ന പതിനായിരങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. വിശ്വാസത്തെ തള്ളി പറയുന്ന, വിശ്വാസത്തെ നിഷേധിക്കുന്ന അനേകമായിരങ്ങൾ. ജീവിത നവീകരണമില്ലാതെ കാലുവെന്ത നായയെ പോലെ ഈ ലോകത്തിന് സുഖങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്ന എത്രയോ ജീവിതങ്ങൾ. ലൗകികരായി, ജഡീകരായി, സുഖലോലുപതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന എത്രയോ ആയിരങ്ങൾ. അവിടെ വിശുദ്ധിയും വിശ്വാസവും ആത്മരക്ഷയും നിത്യജീവനും ക്രിസ്തുവിന് പ്രത്യാഗമനെല്ലാം ഒരു പഴങ്കഥ പോലെയാണ്. എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇത് വലിയ സത്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19:14 നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ്. ഞാൻ പലപ്പോഴും ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, ഈ കാലഘട്ടവുമായി വചനത്തിന് എന്തുമാത്രം ബന്ധമുണ്ട്. സോദോം ഗോമോറയുടെ മേൽ കർത്താവിന്റെ ന്യായവിധി വരാൻ പോവുക. ലോത്ത് തന്റെ പെൺമക്കളെ കല്യാണം കഴിക്കാൻ പോകുന്ന തന്റെ മരുമക്കൾ അരികിൽ ചെന്നുകൊണ്ട് പറയും, മക്കളെ, ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഈ പട്ടണത്തിന്മേൽ വരാൻ പോവാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിട്ടോടി പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മരുമക്കൾ പറയാ, അപ്പനെന്താ ഭ്രാന്ത് പിടിച്ചു? എന്ത് മണ്ടത്തരയെ പറയുന്നത്? ലോത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒരു തമാശയായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. അപ്പം ഞങ്ങളുടെ തമാശ പറയരുതെന്ന് ദൈവത്തിന്റെ ജഡ്ജ്മെന്റിനെ കുറിച്ച് ലോത്ത് അവർ അറിയിച്ചപ്പോൾ ആ ചെറുപ്പക്കാര് പറയാ, ഞങ്ങളുടെ തമാശ പറയരുതെന്ന്. ഇന്ന് ഇതുപോലെയാണ് വിശുദ്ധി, വിശ്വാസം, ആത്മരക്ഷ, നിത്യജീവൻ, മാനസാന്തരം, കർത്താവായ ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം ഇന്ന് അനേകർക്ക് ഒരു തമാശ പോലെയാണ്, ഒരു മുത്തശ്ശി കഥ പോലെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് അടിസ്ഥാന സത്യങ്ങളാണ്. ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വളരെ ആത്മാർത്ഥതയോടെ നിങ്ങൾ ഉത്തരം പറയണം. നമ്മൾ എത്ര പേര് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ശരിക്കും സഹോദര, നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? സഹോദരി, യേശുവിന്റെ പ്രത്യാഗമനത്തിൽ നീ ശരിക്കും യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അടിമുടി മാറും. പിന്നെ ഈ ലോകത്ത് നമുക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. എളിമപ്പെടുവാൻ, ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ, സ്വയം ചെറുതാകുവാൻ, ആനന്ദത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മുടെ ജീവിതം പ്രത്യാശയില്ലാതെ വെറുപ്പിലും വൈരാഗ്യത്തിലും നീരസത്തിലും അഹങ്കാരത്തിലും അസൂയയിലും മറ്റു പല ജഡീകതകളിലും ആയിരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് വിശ്വാസമില്ല. ആദിമ സഭയിലെ വിശ്വാസികള് അവര് ദൈവവചനത്തിന്റെ തീയായിരുന്നു, തീ. പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റുകളായിരുന്നു. എന്തുമാത്രം പ്രതിസന്ധികൾ അവരുടെ മുൻപിലുണ്ടായി. കടുത്ത പീഡനങ്ങളിലൂടെ കടന്നുപോയി. അവിടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബങ്ങളിലെല്ലാം ഒരുപാട് സംഘർഷങ്ങളുണ്ടായി. എന്നാൽ ഇത്രമാത്രം കഠിനമായ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും പരാതികളില്ലാതെ, പിറുപിറുപ്പുകളില്ലാതെ, കുറ്റപ്പെടുത്തലില്ലാതെ, ന്യായീകരിക്കലില്ലാതെ അതെല്ലാം ആത്മാവിൽ കൃപകളായി സ്വീകരിച്ച് അവരെന്തുമാത്രം ആനന്ദമുള്ളവരായി. എന്താ അതിന്റെ കാരണം? അവർക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു. യേശുവിന്റെ ഗ്ലോറിയസ് കമ്മിങ്, കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം. ഞങ്ങളുടെ ജീവിതം ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളതല്ല. ഈ ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതമുണ്ട്. കർത്താവിന്റെ മഹത്വത്തിൽ അവനോട് കൂടെ എണ്ണിത്തീർക്കാൻ കഴിയാത്ത വിധം കോടാനുകോടി വർഷം അവന്റെ മഹത്വത്തിൽ കഴിയുന്നൊരു ജീവിതം. ഈ ഒരു പ്രത്യാശ, പ്രിയ ദൈവത്തിന്റെ പൈതൽ നിന്റെ ഹൃദയത്തിൽ പ്രകാശിച്ച ഈ ലോകത്തെ വിട്ടുകളഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, പരിശുദ്ധാത്മ നടത്തിപ്പിൽ, പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന്റെ ഉറപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത്
യേശുവിൻ്റെ സാക്ഷ്യം തന്നെയാണ്. ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് നുണ പറയോ? നമ്മുടെ കർത്താവ് കള്ളം പറയോ? അവൻ പൂർണ്ണമായും സത്യമാണ്. അവൻ സത്യം മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 14:3 യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അരികിലോട്ട് പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലങ്ങൾ ഒരുക്കുകയാണ്. അതൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിനെ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ വീണ്ടും വന്ന്. എത്ര മനോഹരമായ വചനമാണ്. ഞാൻ വീണ്ടും വന്ന്, ഞാൻ വീണ്ടും വരുമെന്ന് കർത്താവ് ഉറപ്പ് തന്നിരിക്കും. ലോക ചരിത്രത്തിൽ ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞവൻ നമ്മുടെ യേശു മാത്രമാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 25:31 തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്, മനുഷ്യപുത്രൻ സ്വമഹത്വത്തിൽ എല്ലാ ദൂതന്മാരോടു കൂടെ ആഗതനാകുമ്പോൾ. അങ്ങനെ ഒരു ദിനം ലോക ചരിത്രത്തിലുണ്ട്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 24:39 കർത്താവ് പറയാണ്, നോഹയോടുള്ള ബന്ധത്തിൽ ജലപ്രളയം വന്ന് അവരെ സംഹരിക്കുന്നത് വരെ അവർ ഒന്നും അറിഞ്ഞില്ല. ഇതുപോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനം അത് കെട്ടുകഥയല്ല. എൻ്റെ സഹോദര സഹോദരി, ഈ നിത്യസത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ അടിസ്ഥാന സത്യത്തിൽ പ്രത്യാശയർപ്പിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കർത്താവിൻ്റെ ആ ഗ്ലോറിയസ് കമ്മിങ്ങിനായി നമ്മൾ ലോകത്തെ സജ്ജമാക്കണം. നമ്മൾ സഭയെ ഒരുക്കണം. ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണത്. വീണ്ടും സഭയുടെ സാക്ഷ്യം, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പെന്താണ്? സഭയുടെ സാക്ഷ്യമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. സഭയുടെ നെടുംതൂണുകളാണ് അപ്പോസ്തലന്മാരെ. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് അപ്പോസ്തലന്മാർ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കാൻ ഇടയാകട്ടെ. നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും മൂന്നും കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ അത് അവികലമായിരിക്കണം, പൂർണ്ണമായിരിക്കണം. വീണ്ടും അപ്പോസ്തലൻ യാക്കോബ് എന്താ സഭയെ പഠിപ്പിച്ചത്? യാക്കോബിന്റെ ലേഖനം 5:8, കർത്താവിൻ്റെ ആഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്ര വലിയൊരു സത്യമാണ് യാക്കോബ് സ്ലീഹയുടെ പരിശുദ്ധാത്മ സഭയ്ക്ക് നൽകുന്നത്. നമ്മൾ പരസ്പരം നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ ദുഃഖ ദുരിതങ്ങളിൽ നമ്മൾ ഈ വിശ്വാസ സത്യം പരസ്പരം ഏറ്റുപറഞ്ഞ് പരസ്പരം ഇത് നമ്മൾ പ്രഘോഷിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, എൻകറേജ് ചെയ്യണം. ആദിമസഭയിൽ വിശ്വാസികൾ അങ്ങനെയായിരുന്നു. മാറാനത്ത, കർത്താവേ വരണമേ, മാറാനത്ത. അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഏറ്റുപറയുമായിരുന്നു, മാറാനത്ത, മാറാനത്ത. ഈ കാലഘട്ടത്തിലെ സഭാമക്കളും ഈ ഒരു അഭിഷേകത്തിൽ വളരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലൻ യോഹന്നാൻ എന്താ സഭാമക്കളെ പഠിപ്പിച്ചത്? താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം, കുഞ്ഞുമക്കളെ, കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുൻപിൽ നിൽക്കുവാൻ നമുക്ക് ആത്മധൈര്യം കിട്ടുവാൻ നമ്മൾ ക്രിസ്തുവിൽ വസിക്കുവിൻ. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുൻപിൽ ആത്മധൈര്യമുള്ളവരാകാൻ യോഹന്നാൻ ശ്ലീഹ പറയാണ്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ വസിക്കുവിൻ. Abide in Jesus. ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ട്, ക്രിസ്തുവിൽ പണിതുയർത്തപ്പെട്ട്, ക്രിസ്തുവിൽ വസിച്ചുകൊണ്ടുള്ള ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ ജീവിതം. വീണ്ടും അപ്പോസ്തലനായ പത്രോസ് സഭാമക്കളെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3:14, ആകിയാൽ ഇവയെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട്, ഏത് പ്രതീക്ഷിക്കുക? ഈ ലോകത്തിൻ്റെ സുഖങ്ങളല്ല, ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളല്ല, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളല്ല.
കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ പ്രത്യാശ, ഇതിൽ പ്രത്യാശയർപ്പിച്ച് നിങ്ങൾ കറയോ കളങ്കമോ ഇല്ലാതെ ഈ ലോകത്തിൽ ജീവിച്ച് വിശുദ്ധിയോടെ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. അപ്പോസ്തലന്മാരെല്ലാം ഈ പ്രത്യാശയാണ് ആദിമ സഭയിലെ സഭാമക്കൾക്ക് പകർന്നു കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുക. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്ക്. ലോകരാജ്യങ്ങളിൽ, ദേശാന്തരങ്ങളിൽ, സഭാമണ്ഡലങ്ങളിൽ നമ്മളെന്താ ഇന്ന് കാണുന്നത്? കാലത്തിന് ചില അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് ആത്മീയമായി ഒരുങ്ങുവാനുള്ള സമയമാണ്, ആത്മീയ ഒരുക്കത്തിന്റെ സമയമാണ്. ഒന്ന്, വ്യക്തിപരമായി ഞാനും നിങ്ങളും ഒരുങ്ങുക. രണ്ട്, അനേകർ ഒരുക്കുക. ഈ ഒരു ദൗത്യമാണ് സഭാമക്കളായി നമ്മൾ ഇന്ന് സ്വന്തമാക്കേണ്ടത്. ആനുകാലിക സംഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് ദൈവജനത്തോട് വിളിച്ചു പറയുന്നത്? കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാ വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാ വിശുദ്ധിയോടെ. ഈ ലോകത്തിന്റെ നിറങ്ങളും വർണ്ണങ്ങളും കണ്ടതിൽ ആകൃഷ്ടരായി നമ്മൾ ഈ ലോകത്തിൻ്റെതുപോലെ ജീവിക്കാനുള്ളവരല്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിനതല്ലാത്തതുപോലെ ജീവിച്ച് കർത്താവിന് ധീരതയോടെ സാക്ഷ്യം നൽകാൻ, പ്രവാചക സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമ്മൾ കേട്ട തിരുവചനങ്ങളിൽ നമ്മുടെ ഹൃദയം ഉറപ്പിക്കാം. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് നിന്ന് മുട്ടുകുത്തി ഇരുകരങ്ങളെന്ന സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മ നിറവിനായിട്ട്, പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് ഈ വിശ്വാസ സത്യം പതിനായിരങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കപ്പെടുവാൻ, ഹൃദയ കഠിനതകൾ മാറുവാൻ, സംശയത്തിന്റെ കെട്ടുകൾ, തെറ്റിദ്ധാരണയുടെ മുഖങ്ങളെല്ലാം ഒടിഞ്ഞു പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സഭയുടെ ആത്മാവായ, വചനത്തിന്റെ ആത്മാവായ, വിശ്വാസത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, വരിക 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 വരിക. ഈ തിരുവചന സത്യങ്ങൾ പതിനായിരങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. കർത്താവായ യേശുവിന്റെ മഹത്വപൂർണ്ണമായ പ്രത്യാഗമനത്തിൽ വിശ്വസിക്കുവാനും അതിനായി അനേകരെ ഒരുക്കുവാനുമുള്ള അഭിഷേകം ആയിരങ്ങളിലേക്ക് പകരണമേ. സഭാ സമൂഹങ്ങളിലേക്ക് പകരണമേ. കുടുംബങ്ങളിലേക്ക് പകരണമേ. യുവജനങ്ങളിലേക്ക് പകരണമേ. സമർപ്പിതരിലേക്ക്, ബഹുമാനപ്പെട്ട വൈദികരിലേക്ക് പടരണമേ. സഭ മുഴുവനിലും ഈ അഭിഷേകം കാട്ടുതീ പോലെ കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ആനുകാലിക സംഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനകൾ മനസ്സിലാക്കി ദൈവദിനത്തിന്റെ മുന്നറിയിപ്പുകൾ സ്വീകരിച്ച് ആത്മീയമായി ഒരുങ്ങുവാനും അനേകർ ഒരുക്കുവാനുമുള്ള വിശ്വാസ തീഷ്ണത പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. ബ്ലെസ് ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്. പരിശുദ്ധ അമ്മേ, ഔസേപിതാവേ, സകല വിശുദ്ധരെ, ഈ ഒരു ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ കൂടുതൽ കൂടുതൽ സജ്ജമാക്കണമേ. കർത്താവ് നൽകിയ ഈ തിരുവചന സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പ്രത്യാശയോടെ, സ്നേഹത്തോടെ, വിശുദ്ധിയോടെ, പരിശുദ്ധാത്മാനന്ദത്തോടെ നമുക്ക് ജീവിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് സ്തുതിയുടെ ശക്തി. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.